ഹായ് ഓൾ, വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി. ഇന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. മോൻ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോയി. ഒരു 7:30 ആ സമയമാകുമ്പോൾ തന്നെ രാവിലെ അവൻ പോകും കേട്ടോ. അപ്പോൾ അവൻ പോയതിന് ശേഷം ആണ് ഞങ്ങളൊരു 10:30, 11 ആ ഒരു ടൈമിലാണ് ഞങ്ങൾ എപ്പോഴും അമ്പലത്തിലേക്ക് പോകാറ്. അതവിടെ ഹനുമാൻ ടെമ്പിളിലാണ് നമ്മൾ പോകാറുള്ളത്. പാലക്കാട് ടൗണിലുള്ളതാണ്. അപ്പോൾ അവിടെ ആ സമയത്താണ് കേട്ടോ പൂജ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ആ സമയത്താണ് എപ്പോഴും പോകാറുള്ളത്. ഇപ്പോൾ മോൻ രാവിലെ പോയതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മളെപ്പോഴും പോകും. മിക്കവാറും തന്നെ എല്ലാ തേഴ്സ്ഡേയ്സും വ്യാഴാഴ്ചകളിലൊക്കെയാണ് നമ്മൾ പോകാൻ ശ്രമിക്കാറ്. ഞങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം അങ്ങനെ പോകാറുണ്ട്. പിന്നെ അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഫീലിംഗ് തരാറുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അത് ഇന്ന അമ്പലം എന്നൊന്നുമില്ല, ഏത് അമ്പലമാണെങ്കിലും പോകാനായിട്ട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെയാണ്, അപ്പോൾ ഞങ്ങൾ അവിടെ കാറ് പാർക്ക് ചെയ്ത് കോട്ടയ്ക്കകം അമ്പലത്തിലേക്ക് നടക്കുവാണ്. അപ്പോൾ നല്ല മഴ സമയമായതുകൊണ്ട് തന്നെ അവിടെ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാരും ഉണ്ട്. പിന്നെ അടുത്ത ആഴ്ച തന്നെ നമുക്ക് രാമായണ മാസം ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ തയ്യാറെടുപ്പുകളായിരുന്നു അമ്പലങ്ങളിൽ കണ്ടിട്ടുള്ളത്. രാമായണ മാസം ആകുന്ന സമയത്ത് എല്ലാ ദിവസവും തന്നെ മാക്സിമം വരാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അമ്പലത്തിൽ പന്തലും കാര്യങ്ങളും പിന്നെ നിറയെ നൃത്താർച്ചനയും കച്ചേരിയും ഇതെല്ലാം നടക്കാറുണ്ട്. അപ്പോൾ രാമായണ മാസം ആയിക്കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ എല്ലാ ദിവസവും തന്നെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ വരാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളവിടെ അമ്പലത്തിലെത്തി വഴിപാടൊക്കെ കഴിച്ചു. ഞങ്ങൾ ഏകദേശം ഒരു ഇട ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ വ്യാഴാഴ്ചകളിലും നല്ല തിരക്കാണ്. പക്ഷേ ഇന്ന് നമ്മൾ വ്യാഴാഴ്ച അല്ല നമ്മൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കുറവായിരുന്നു. അത്യാവശ്യം ആൾക്കാരാണുള്ളത്. എപ്പോഴും അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിൻ്റെ കദളി വനത്തിൽ ഫുഡ് അന്നദാനം കൊടുക്കാറുണ്ട്. അപ്പം ഞങ്ങൾ അതും ചിലപ്പോഴൊക്കെ അന്നദാനത്തിനും നമ്മൾ നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവിടുത്തെ ഒരു മഴ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. സിറ്റുവേഷൻ കാലാവസ്ഥ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ കോട്ടയ്ക്കകം ചുറ്റുമുള്ള കനാല് മുഴുവൻ നിറഞ്ഞിരിക്കുകയായിരുന്നു വെള്ളം. ഇത്രത്തോളം വെള്ളം കണ്ടിട്ടില്ല കേട്ടോ. എപ്പോഴും ഇതിന് കുറച്ച് താഴെയാണ് വെള്ളം നിൽക്കാറുള്ളത്. ആ വെള്ളത്തിലാണെങ്കിൽ എപ്പോഴും നിറയെ മീനും ആമയും എല്ലാം ഉണ്ടാവാറുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഒത്തിരി പേര് ഫോട്ടോ കാര്യങ്ങൾ എടുക്കുന്ന ഒരു ഇത് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ദൂരെയുള്ള കുറേ ആൾക്കാർ പുറമേ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇവിടെ വരുമ്പോഴൊക്കെ വരാൻ നോക്കുക. പാലക്കാട് ജില്ലക്കാരല്ലാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അതൊക്കെ പുതുമയായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ വരാൻ ശ്രമിക്കുക. ഇതാ ഈ കാണുന്നതൊക്കെ നിറയെ മീനും ആമയാണ് ആ കുളത്തിൽ നിറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമുക്ക് കാണാൻ നല്ല രസമുള്ളത്. കുട്ടികളൊക്കെ ആകുമ്പോൾ അത് നിറയെ ആസ്വദിക്കും അല്ലേ. അപ്പോൾ അത് മാക്സിമം വരാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വരാൻ ശ്രമിക്കുക, നല്ലതായിരിക്കും. പിന്നെ അവിടെ നിന്ന് അമ്പലത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടുത്തെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും നടന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ബാങ്കിൽ പോകണം, പിന്നെ വേറെ 2-3 ഓഫീസുകളിൽ പോകാനുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാറ് പാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് കേട്ടോ. കോട്ട മൈതാനത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാം. അപ്പോൾ അവിടെയാണ് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗാണ്. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം.